ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ലാസ്റ്റ് ചെയ്ത ബനാന പാൻകേക്കിന്റെ വീഡിയോ എല്ലാവരും കണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വേഗം പോയി നോക്കാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ആൻഡ് ഫീഡ്ബാക്ക് ആസ് കോമന്റ്സ്. ടുഡേ വി ഹാവ് എ ന്യൂ റെസിപ്പി ഫോർ യു, മുട്ട ദോശ ഓർ എഗ് ദോശ. ഇത് അഗ്നി സ്പെഷ്യൽ റെസിപ്പിയാണ്. അഗ്നി ഈസ് മൈ ഹസ്ബൻഡ്. കുട്ടികൾക്ക് അഗ്നി ഉണ്ടാക്കുന്ന മുട്ട ദോശ ഭയങ്കര ഇഷ്ടമാണ്. അത് ഫുൾ മുഹബത്താണെന്നാണ് പറയുന്നത്. എൻ്റെ അത്ര പോലെ. So he himself will show us how to do it. ഈ ദോശയുടെ കൂടെ മുളക് ചമ്മന്തി അല്ലെങ്കിൽ വെജിറ്റബിൾ പിക്കിൾ, മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ ആണ് കോമ്പിനേഷൻ. അച്ചാർ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുളക് ചമ്മന്തിയാണ്. ടു ഷെയർ ഇറ്റ് വിത്ത് യു. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം ആൻഡ് ഗോ സ്ട്രേറ്റ് ടു ദ വീഡിയോ. മുട്ടദോശയുടെ റെസിപ്പി വളരെ എളുപ്പമാണ്. നമ്മൾ യൂഷ്വലി ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും. ഇതിനു വേണ്ടി ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു സവാള വളരെ നൈസായിട്ട് അരിയുക. പിന്നീട് തക്കാളി. ചിലർ തക്കാളി യൂസ് ചെയ്യാറില്ല, എന്നാലും തക്കാളി നല്ല ടേസ്റ്റ് ഉണ്ടാകും. തക്കാളിയും ഇതുപോലെ തന്നെ നല്ല നൈസായിട്ട് അരിയുക. പിന്നീട് വേണ്ടത് പച്ചമുളക്. ഞാൻ 2 പച്ചമുളക് എടുത്തു. എനിക്ക് പച്ചമുളക് എരിവ് ഇഷ്ടമാണ്. അതും നൈസായിട്ട് അരിയുക. പിന്നീട് വേണ്ടത് ഇഞ്ചി, അതും നല്ല നൈസായിട്ട് അരിയുക. എന്നിട്ട് നമ്മൾ ആ മിക്സിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഞാൻ 4 മുട്ട എടുത്തു. ഇവിടെ 4 പേരുണ്ട്, അപ്പോൾ 4 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട എടുത്തു. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ട് ദോശയുടെ ബാട്ടെടുത്തിട്ട് ചട്ടി ചൂടാക്കി ദോശ പരത്തുക. ഞാൻ നെയ്യ് യൂസ് ചെയ്യാറുണ്ട്. നെയ്യ് ടേസ്റ്റിന് വേണ്ടിയും വളരെ നല്ലതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ഓംലെറ്റിൻ്റെ ബാറ്റർ ഇടുക. നന്നായി പരത്തുക. നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഇടുക. നെയ്യ് ടേസ്റ്റും ഉണ്ടാക്കും. പിന്നീട് മുട്ട മറിച്ചിടുമ്പോൾ അത് പറ്റിപ്പിടിക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. വെന്ത ശേഷം മറിച്ചിടുക. മുട്ടദോശ റെഡിയായി. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റാം. മുട്ടദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായി ചെറിയ ഉള്ളി ചതച്ചതെടുത്തിട്ട് അതിലോട്ട് 1 സ്പൂൺ വിനെഗറും 1 സ്പൂൺ ഉപ്പും പിന്നെ മുളക് പൊടി. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മുളക് പൊടി കാശ്മീരി ചില്ലിയും പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെയും ഒരു മിക്സറാണ്. എന്നിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഇതാവുന്നത് വരെ അത് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. മുട്ടദോശയും മുളക് ചമ്മന്തിയും കൂടി കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. സൂപ്പർ.